Good morning. Morning. Morning, good morning. എല്ലാവർക്കും ആദ്യമായിട്ട് ഹാപ്പി ഓണം. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും അതേപോലെ മിസൂറി സിറ്റിയിലെ റെസിഡൻ്റായിട്ടുള്ള എല്ലാ മലയാളികളുടെയും പേരിൽ ആദ്യമായിട്ട് ഓണാശംസകൾ അറിയിച്ചു. നമ്മുടെ കോട്ടയം ക്ലബിൻ്റെ അസോസിയേഷൻ്റെ ഓഫ് ഹ്യൂസ്റ്റൺ ചാപ്റ്ററിൻ്റെ ചെയർമാൻ ബാബു ചേട്ടൻ, അങ്ങനെ പ്രസിഡന്റ് ജോമോൻ ചേട്ടൻ, മാഗിൻ്റെ പ്രസിഡന്റ്, ഞങ്ങളെല്ലാവരും വിളിക്കുന്ന പിച്ചു, അതേപോലെ ഇതിനകത്തെ ഓരോ ഭാരവാഹികളും ഇതിൻ്റെ ബോർഡ് മെമ്പേഴ്സും ഇതിനു വേണ്ടി വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ ആശംസ അറിയിച്ചു. പിന്നെ ഈ ഒരു ഇന്നത്തെ 2025 ഓണപരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ഓണത്തിനെ കുറിച്ചൊരു മെസ്സേജ് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഓണത്തിനെ കുറിച്ച് എൻ്റെ ഓർമ്മകളിലുള്ളത്, ഞാൻ ജനിച്ചത് കുറുമുളൂരാണ്. കുറുമുളൂർ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയ്ക്കകത്താണ്. പക്ഷെ തീരെ ചെറുപ്പത്തിൽ എൻ്റെ ഫാദർ ഇന്ത്യൻ ആർമിയിലുണ്ടായിരുന്നുകൊണ്ട് എൻ്റെ മദർ ഒരു നേഴ്സായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കോട്ടയത്തോട്ട് മാറി ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു തുടക്കം മുതൽ. പിന്നെ ആ വാടക വീട് എൻ്റെ ഫാദറിൻ്റെ ചേട്ടൻ മേടിക്കുകയും അവിടെ വാടകക്കാരായിട്ട് ഞങ്ങൾ താമസിക്കുകയും, കാരണം അവരാരും കോട്ടയത്തല്ല. അപ്പോൾ കോട്ടയത്ത് ആരെങ്കിലും ആ വീട്ടിൽ നിൽക്കണം. ഇന്നത്തെ പോലെ ഒരു റെൻ്റൽ അല്ലെങ്കിൽ ഇവിടെ നമ്മളൊക്കെ വിളിക്കുന്ന Airbnb അല്ലെങ്കിൽ VPR എന്ന് പറയുന്ന ഒരു സ്റ്റൈലല്ല. അന്നൊക്കെ വീട് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ മോശമായി പോകും എന്നുള്ളൊരു ചിന്താഗതിയിൽ കോട്ടയത്താണ് എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഞാൻ താമസിക്കുകയും വളരുകയും ചെയ്തു. അപ്പോൾ കോട്ടയത്ത് അന്ന് പ്രോപ്പർ കോട്ടയം സെൻട്രൽ ഏരിയയിലായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചത്. കോട്ടയത്ത് സെൻറ്റ് ആൻസ് സ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ BC കോളേജിൻ്റെ താഴെ, അറിയാവുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെ ആൺപിള്ളേർക്കും പെൺകുട്ടികൾക്കും പഠിക്കാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെണ്ണുങ്ങൾക്ക് മാത്രമായി മാറുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ എൻ്റെ മദറിൻ്റെ കൂടെ നടന്നാണ് ഞാൻ കോട്ടയത്ത് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അന്ന് കാറുകളില്ല, അല്ലെങ്കിൽ ഈവൻ ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളാണ്. അന്ന് വീട്ടിൽ നിന്നിറങ്ങി കോട്ടയത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഗവൺമെന്റ് ഒന്നും എനിക്ക് അറിയത്തില്ല, ആ ബസ് സ്റ്റാൻഡ് ക്രോസ് ചെയ്ത് നേരെ പാർത്താസ്, ശീമാട്ടി ഇങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് കയറി മാമൻ മാപ്പിള ഹോള് റൈറ്റ് സൈഡിൽ കഴിഞ്ഞ് കയറി ചെല്ലുമ്പോഴാണ് BC കോളേജ്. അപ്പൊ രാവിലെ വൈകുന്നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു രീതിയിലായിരുന്നു അന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ കോട്ടയം ബാബൻ സ്റ്റുഡിയോന്റെ മൂത്ത മകൻ ജോണി വാക്കർ എന്ന് പറഞ്ഞ സിനിമയ്ക്കതൊക്കെ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. അവനും ഞാനും ഒക്കെ ഒന്നിച്ച് പഠിച്ച, അതേപോലെ സെന്റ് ആൻസിൽ പഠിച്ച ഓർമ്മകൾ ഇപ്പം തീർച്ചയായിട്ടും മുമ്പോട്ട് വരുന്നു. അതുകൂടാതെ കോട്ടയത്തോടെ ഞാൻ പോകുന്ന സമയത്ത്, ഞാൻ കോട്ടയത്ത് വളരുന്ന സമയത്ത് ക്രിസ്ത്യാനിയാണെന്നുള്ളത് അറിയാം. പക്ഷെ നമ്മുടെ കൂടെ താമസിക്കുന്ന ഇവരെല്ലാവരും ഒന്നുകിൽ ഹിന്ദുക്കള് അല്ലെങ്കിൽ ബ്രാഹ്മണന്മാര്. അന്ന് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടുപുറകിൽ ഒരു ഇല്ലമായിരുന്നു. ഇന്നിപ്പം ഒരു ഇല്ലവും നമുക്ക് കാണാനില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊക്കെ കളിക്കുമ്പോഴൊക്കെ അന്നത് ബ്രാഹ്മണന്മാരുടെ പിള്ളേരാണോ, ഹിന്ദുക്കളുടെ പിള്ളേരാണോ, ക്രിസ്ത്യാനികളുടെ പിള്ളേരാണോ എന്നൊന്നും നോക്കാറില്ല. നമ്മളന്ന് സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് വെളിയിറങ്ങുക, എങ്ങനെയെങ്കിലും കളിക്കുക എന്നുള്ള ഒരു കാര്യമായിരുന്നു.
ആ സമയങ്ങളിലൊക്കെ ഈ ഓണത്തിന്റെ മെസ്സേജ് തന്നെയാണ്. അന്ന് ഓണം എന്താണെന്നോ ഓണത്തിനെ കുറിച്ചുള്ള മെസ്സേജുകൾ എന്താണെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നത് യാതൊരു വ്യത്യാസവുമില്ലാതെ, യാതൊരു രീതിയിലും തെരഞ്ഞെടുപ്പില്ലാതെ നമ്മളൊരു ഫ്രണ്ട്സായിട്ട് അന്നും കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്കാലം ഓർമ്മ വരുന്നു. ഇന്ന് ഞാൻ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ആ വീടിൻ്റെ അതുവഴി പോകാറുണ്ട്. അവിടെയുള്ള കൂടുതലും ഹിന്ദുക്കളാണ്. അവിടെയുള്ളവരൊക്കെ ആയിട്ട് ഇന്നും പലരും ലോകത്തിൻ്റെ പല നാനാപട്ടത്തിലാണ്. പക്ഷെ എന്നാലും അവരൊക്കെ ആയിട്ട് ഇന്നും ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ കൂടെ വളർന്നു, ചെറുപ്പത്തിൽ കളിച്ച് വളർന്നവരൊക്കെയാണ്. ഇത് കഴിഞ്ഞ് 4ാം ക്ലാസ് കഴിഞ്ഞ് MT സെമിനാരി, കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷന്റെ നേരെ പൊക്കത്തിലുള്ള MD ഉണ്ട്, MT ഉണ്ട്. അപ്പൊ MT സെമിനാരി സ്കൂളിൽ ചേർന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ജൂലൈ 1-ാം തീയതി ജൂൺ 29 അല്ലെങ്കിൽ 30 അവിടെ നിന്ന് പോകുന്നു. ജൂലൈ 1-ാം തീയതി 1982 ഞാനും എൻ്റെ ഫാദറും എൻ്റെ ഇവിടെ അമേരിക്കയിലെത്തുന്നത്. അപ്പൊ 5ാം ക്ലാസ്സിൽ 1.5 മാസം അല്ലെങ്കിൽ 1 മാസം എന്ന് വേണമെങ്കിൽ പറയാം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സമയങ്ങളിലൊക്കെ കോട്ടയത്ത് എൻ്റെ ജന്മനാടിനേക്കാളും കൂടുതൽ എനിക്ക് കോട്ടയവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ്. എൻ്റെ നിലവിലുള്ള കൂട്ടുകാരൊക്കെ ഇന്ന് അവിടെ പല ടെക്സ്റ്റൈൽ സ്റ്റോഴ്സ് ആയിട്ടും പല രീതിയിലും ഇത് നർമ്മദ എന്ന് പറയുന്ന നർമ്മദയുടെ ഓണറിന്റെ മകനാണ് നടത്തുന്നത്. രാജേഷ് ഞാനും ഒന്നിച്ചൊരേ ബെഞ്ചിലിരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെയും നമ്മൾ കോട്ടയത്ത് ചെല്ലുമ്പോൾ ഉള്ളൊരു കണക്ഷൻ എൻ്റെ പ്രോപ്പറായിട്ടുള്ള നാട്ടില്, ഞാൻ കുറുമള്ളൂർ എന്ന് പറയുന്ന നീണ്ടൂർ കുറുമള്ളൂർ ഇങ്ങനെ പറയുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആരെയും അറിയത്തില്ല. പക്ഷെ നേരെ തിരിച്ച് കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കോട്ടയത്തുള്ളവരെ എല്ലാവരെയും പരിചയമുള്ളത്. അപ്പം 2009 ഈ ഇങ്ങനെ ഒരു കോട്ടയം ക്ലബ്ബ് എന്നൊരു അസോസിയേഷൻ തുടങ്ങണമെന്നും പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയാണ് ജോസ് കെ ജോസങ്ങള്. അന്ന് ഞാൻ ആദ്യമായിട്ട് 2009 എലക്ട് ചെയ്ത് വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നു, ഏറ്റവും ആദ്യം ഇനാഗുറേഷൻ ഞാനൊരു കൗൺസിൽ മെമ്പർ അല്ലെങ്കിൽ ഒരു ഇലക്ടഡ് ഒഫീഷ്യൽ ആയിട്ട് ഇനാഗുറേഷൻ ചെയ്തൊരു ക്ലബ്ബാണ് കോട്ടയം ക്ലബ്ബ്. നമ്മുടെ ആദ്യത്തെ ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കുകയല്ല. അതിന് ശേഷം പല ക്ലബ്ബുകളും പല പ്രസ്ഥാനങ്ങളും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് ജോസ് കെ ജോൺ അതേപോലെ അന്നുണ്ടായിരുന്ന ഒത്തിരി പേര് അവരുടെ മുൻതൂക്കം കൊണ്ടാണ് ഈ കോട്ടയം ക്ലബ്ബ് വരികയും അതിനുശേഷം കോട്ടയം ക്ലബിന്റെ പല പിക്നിക്കുകളിൽ സംബന്ധിക്കുകയും പല പ്രസ്ഥാനങ്ങളിൽ നമുക്ക് മുമ്പോട്ട് ഇതിനകത്ത് നിൽക്കാനും പറ്റിയിട്ടുണ്ട്. ഇന്ന് കോട്ടയം ക്ലബ്ബ് ഇന്ന് ഇത്രയും പന്തലിച്ച് അന്ന് ഇത്രയും പോലും ആൾക്കാരില്ല. 2009 തുടങ്ങും. കോട്ടയത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ ഇന്ന് ഹ്യൂസ്റ്റൺ അല്ല, ഷിക്കാഗോ അതേപോലെ ന്യൂയോർക്കിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കോട്ടയക്കാരെ ഒത്തിരി പേരെ നമുക്ക് പരിചയം പറ്റും. എനിക്ക് തോന്നുന്നു കോട്ടയത്ത് ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞാൽ ആരും കോട്ടയത്തില്ല. പഴയ ആൾക്കാർ എല്ലാവരും വെളിയിലാണ്. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ ബൈ ചാൻസ് വെക്കേഷനിൽ ചെല്ലുമ്പോഴാണ് കോട്ടയത്ത് വെച്ച് അവരും വന്നിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം. അപ്പൊ കോട്ടയക്കാർക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ അറിയാൻ മേലാത്ത ഒരാള് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന കോട്ടയം അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ പത്തനംതിട്ട ഇങ്ങനെയൊക്കെയാണ്. അപ്പം ആ കോട്ടയത്ത് കേൾക്കുമ്പോഴുള്ള ഒരു പ്രത്യേക ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു സന്തോഷം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇനി ഇതിനകത്തൊരു മെസ്സേജ് പറയാനായിട്ട് എനിക്കുള്ളതാണ്, ഈ ഒരു കുറ്റവും ചെയ്യാതെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നല്ല രീതിയിൽ ഇതൊരു മിത്താണ്, ഒരു കടങ്കഥ അല്ലെങ്കിൽ ഒരു കെട്ടുകഥ. ഇത്രയും നന്നായിട്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ഒരു മഹാബലിനെ ചവിട്ടിത്താഴ്ത്തി, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെല്ലാ ഓണത്തിനും പറയുന്ന പ്രസംഗങ്ങളാണ്. എല്ലാ ഓണത്തിനും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പലരും പ്രസംഗത്തിൽ സംസാരിക്കുന്നുണ്ട്.
പക്ഷെ അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് പഠിച്ചു അല്ലെങ്കിൽ എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, നന്നായിട്ട് സ്നേഹമുണ്ട്, പക്ഷെ വളരെ സെൻസിറ്റീവായിട്ട് ഒരു യാതൊരു കാര്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് പിണങ്ങും, അല്ലെങ്കിൽ മുൻകോപം വരും, അല്ലെങ്കിൽ നമുക്ക് അതേ രീതിയിൽ ഇത് വരും. പക്ഷേ ഇൻ റിയാലിറ്റിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഈ ഒരാളുമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് മനസ്സിനുകൊണ്ട് വിദ്വേഷം വരുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നത്, ആ കാര്യം നമ്മൾ ഒരാളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് യാതൊരു നിസ്സാരമില്ലാത്ത കാര്യമാണ്. അപ്പം നമുക്ക് ആ ഉള്ളൊരു മലയാളികൾ ഇൻ ജനറൽ എന്നുള്ളൊരു സ്നേഹം, ഐക്യം, അത് മലയാളി അസോസിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോട്ടയം ക്ലബിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തിലായിക്കോട്ടെ, അത് നമുക്ക് നിലനിൽക്കണം. ഇന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാണ്. ഇപ്പം മുമ്പേ ജോമോൻ ചേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ ഇലക്ഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇലക്ഷനെ കുറിച്ച് സംസാരിക്കാനായിട്ടല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അമേരിക്കയുടെ ഒരു കൗണ്ടിയിലും, അമേരിക്കയിലെ ഒരു സിറ്റിയിലും ചരിത്രത്തിൽ സ്റ്റാഫർഡ് സിറ്റിയിലെ മേയർ മലയാളി, മിസൂറി സിറ്റിയിലെ മേയർ മലയാളി, ഫോർട്ട് കൗണ്ടിയുടെ ജഡ്ജ് മലയാളി, നമുക്ക് അറിയാവുന്ന ജുഡീഷ്യൽ ജഡ്ജായിട്ട് 2 മലയാളികൾ, അതേപോലെ പലരും മത്സരിക്കാനായിട്ട് മുമ്പോട്ട് വരുന്നു. ഇത് പ്രാക്ടിക്കലി 2025 വേറെ ഒന്നും കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണെന്നുള്ളത് നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ മനസ്സിലാക്കും. ഞാൻ പറയാൻ കാരണം, ഇത്രയും വേറുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അമേരിക്കയിലുള്ളപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഇതേപോലെ ഒരു അവസരം കിട്ടാൻ, അല്ലെ അവസരം ഒരുക്കി കൊടുത്താൽ നിങ്ങൾക്ക് ഏവർക്കുമാണ് അതിന് പ്രത്യേകം നന്ദി പറയുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇവിടെ മത്സരിച്ചവരുണ്ട്, മത്സരിച്ച് ജയിക്കുന്നവരുണ്ട്, തോറ്റു പോകുന്നവരുണ്ട്. ഇതൊന്നുമല്ല, നമ്മൾ ഇതിനകത്ത് പുറകിൽ എന്തേലും ഹാർഡ് വർക്കും എന്തേലും ഇതുകൊണ്ടൊന്ന് മനസ്സിലാക്കണം. എൻ്റെ ഒരു സ്വപ്നം ഇതാണ്, ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഫ്യൂച്ചറിലോട്ട് കോട്ടയം ക്ലബ്ബ്, അതേപോലെ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൊണ്ട് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആഗ്രഹിക്കുന്നവർ അല്ല താല്പര്യമുള്ളവരെ മുമ്പോട്ട് പ്രോത്സാഹിപ്പിക്കുകയും അവരെ വളർത്തി ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരാവശ്യങ്ങൾ വരുമ്പോൾ അതിന് മുമ്പിൽ നിർത്താനും കൂടി കോട്ടയം ക്ലബ്ബ് അല്ലെങ്കിൽ മലയാളി അസോസിയേഷൻ ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ അതിനൊരു മുൻനിരയിൽ നിൽക്കണം എന്ന് പറയുന്നു. കാരണം ജയിക്കുക തോക്കുക എന്നുള്ളതല്ല, അതിൽ പരമായിട്ട് നമുക്കൊരു ഓഫീസിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യത്തിന് കയറി ചെല്ലാനായിട്ട്, അല്ലെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു സംശയം ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് മലയാളികൾക്ക് ഉണ്ട്. ഞാനൊക്കെ 2009 ജയിച്ചു വരുന്ന സമയത്ത് ആകപ്പാടെ കെൻ മാത്യു സാറ് സ്റ്റാഫിൻ്റെ കൗൺസിൽ മെമ്പറായിട്ടുണ്ട്, ഞാനും കൗൺസിൽ മെമ്പറായിട്ടുണ്ട്, പിന്നെ ടോം എബ്രഹാം ഷുഗലാറ്റിനുണ്ട്. അന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരുണ്ടെങ്കിൽ തന്നെ യാതൊരു കൺട്രോളും ഇല്ല, യാതൊരു പവറും ഇല്ല. നമ്മളെ കൊണ്ട് പറയാവുന്ന പറയുന്നു, ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. അത് മാറി ഇന്ന് നമ്മുടെ ആൾക്കാർ മുമ്പോട്ട് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു മലയാളി കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ വരുമ്പോൾ നമ്മളത് സ്ട്രോങ് ആയിട്ട് നിന്ന് അവരെയും കൂടി സപ്പോർട്ട് ചെയ്യണം. കോട്ടയം ക്ലബിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും കൂടി ഒരു പ്രത്യേക ഉദ്ദേശം ശക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. ഒരിക്കൽ കൂടി ഈ ഓണത്തിൻ്റെ, ഈ കോട്ടയം ക്ലബിൻ്റെ ഓണത്തിന് എന്നെ ക്ഷണിച്ചതിലും എനിക്കിവിടെ ഇത് ഒന്ന് ചീഫ് ഗസ്റ്റായിട്ട് എന്നെ അനുമോദിച്ചതിലും ഒക്കെ പ്രത്യേകം നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങളിൽ നിങ്ങൾ ഒരിക്കൽ കൂടി ഇന്നത്തെ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇന്നിവിടെ ഈ കോട്ടയം ക്ലബിന് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നവർ, സാധാരണ രീതിയിൽ നമ്മൾ സ്പോൺസർ ചെയ്യുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ അവർ സ്പോൺസർ ചെയ്യുമ്പോഴുള്ള താങ്ക്യുമാണ്. പക്ഷേ ഇതിനകത്ത് ഓരോ സ്പോൺസേഴ്സും ഞങ്ങളുടെ സ്ലൈഡിൽ കാണാൻ പറ്റി. അവരോട് നമുക്ക് പ്രത്യേക നന്ദി ഉണ്ടായിരിക്കണം. കാരണം അവർക്ക് ആർക്കും ഈ സ്പോൺസർഷിപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ലായിരുന്നു.
അവരവരുടെ മനസ്സറിഞ്ഞ് ഒന്ന് സ്പോൺസർ ചെയ്തതാണ്. ആ സ്പോൺസർ ചെയ്തവരെ നമ്മൾ അംഗീകരിക്കുകയും അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ നമ്മൾ സഹായിക്കുകയും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ബിസിനസ്സുകാരാണ്, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ആര് സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ അവരെ മുൻതൂക്കം കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നൽകുന്നു. നന്ദി, നമസ്കാരം.